ഹായ് നമസ്കാരം. UAE ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റമദാൻ മാസം വന്നു ചേർന്നിരിക്കുകയാണ്. UAEയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. UAEയിൽ റംസാൻ മാസത്തിൽ നമ്മൾ കുറച്ച് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ പിഴയും ശിക്ഷയും ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കത് എന്തൊക്കെയാണ് എന്ന് ഒന്ന് ചർച്ച ചെയ്യാം. റംസാൻ മാസം വന്നിരിക്കുകയാണ്. UAEയിലെ താമസക്കാരും സന്ദർശകരും അറിഞ്ഞിരിക്കേണ്ട സാമൂഹികവും നിയമപരവുമായ കുറച്ച് കാര്യങ്ങളുണ്ട്. വിവിധ വിശ്വാസങ്ങൾ പിന്തുടരുന്ന വിവിധ രാജ്യക്കാരാണ് UAEയിൽ ഉള്ളത്. ഇസ്ലാം മതക്കാരായവരും അല്ലാത്തവരും ഇത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ദാനധർമ്മങ്ങൾ വിശ്വസനീയമായ കേന്ദ്രങ്ങളിലൂടെ മാത്രമേ ചെയ്യാവുള്ളൂ എന്നതാണ്. ദാനധർമ്മങ്ങൾ വിശ്വസനീയമായ കേന്ദ്രങ്ങളിലൂടെ മാത്രം എന്ന് പറയുമ്പോൾ വലിയ തോതിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ദാനധർമ്മങ്ങൾ നടക്കുന്ന മാസം കൂടിയാണ് റംസാൻ. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ പലപ്പോഴും സംഭാവനകൾ അഭ്യർത്ഥിക്കുന്ന പരസ്യങ്ങളും ക്യാമ്പയിനുകളും കാണാറുണ്ട്. ലൈസൻസ് ഇല്ലാത്തതും വിശ്വസനീയമല്ലാത്തതും ഇത്തരം പ്രചരണങ്ങളെ കുറിച്ച് ജാഗ്രത പുലർത്തണമെന്നും രാജ്യത്ത് ഔദ്യോഗികമായും വിശ്വാസമുള്ളതുമായ കേന്ദ്രങ്ങളിലൂടെ മാത്രം സംഭാവനകൾ നൽകണമെന്നും അധികൃതർ പറഞ്ഞിരിക്കുകയാണ്. വ്യക്തിപരമായി ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ പണമിടപാടുകൾ നടത്തി ചാരിറ്റബിൾ ഓർഗനൈസേഷനുകൾക്ക് കൈമാറുന്ന പ്രവണതയും അരുത്. ഔദ്യോഗികമായ അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾ വഴിയാകണം ധനസഹായം, ഭക്ഷണം നൽകൽ, ആവശ്യക്കാരെ സഹായിക്കൽ ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. രണ്ടാമതായി പറയുന്ന ഒരു പോയിന്റ് അനധികൃത ഫണ്ട് ശേഖരണം. അതിനെപ്പറ്റിയാണ്. UAEയിൽ നിയമം അനുസരിച്ച് സംഭാവന എന്ന രീതിയിൽ പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുന്നത് കുറ്റകരമാണ്. ഇത് ലംഘിക്കുന്നവർക്ക് 1,50,000 മുതൽ 3 ലക്ഷം ദിർഹം വരെ പിഴ ലഭിക്കും. കൂടാതെ ശേഖരിച്ച പണം കോടതി കണ്ടുകിട്ടുകയും ചെയ്യും. എന്നിരുന്നാലും കുടുംബാംഗങ്ങളുടെയോ ബന്ധുക്കളുടെയോ അടുത്ത പരിചയമുള്ള നിർധരർക്കോ സഹായിക്കുന്നതിനായി ഫണ്ട് ശേഖരിക്കുന്നതിന് തെറ്റില്ലെന്നും സാമൂഹ്യ വികസന മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഈ ഫണ്ട് ശേഖരണം അനുവദനീയമായ പരിധിക്കുള്ളിലായിരിക്കണമെന്നതും ലൈസൻസ് ഉള്ള സംഘടനകളുടെ പ്രവർത്തന നിലവാരത്തിനനുസരിച്ച് ആകരുതെന്നും നിർബന്ധമാണ്. മൂന്നാമതായി ഒരു പോയിന്റ് പറയുന്നത് ക്രമരഹിത പാർക്കിങ്ങിന് പിഴ ലഭിക്കുമെന്നാണ്. ക്രമരഹിതമായി വാഹനം പാർക്ക് ചെയ്യുന്നത് കുറ്റകരമാണ്. പ്രത്യേകിച്ചും തറാവീഹ് പ്രാർത്ഥനകളും റംസാനിലെ അവസാന 10 ദിവസങ്ങളിലും പള്ളികൾക്ക് സമീപം ക്രമരഹിതമായി വാഹനം പാർക്ക് ചെയ്യരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വാഹനം പാർക്ക് ചെയ്താൽ അബുദാബിയിൽ 500 ദിർഹംസ് പിഴയാണ് ലഭിക്കുന്നത്. ദുബായിൽ പോലീസ് ക്രമരഹിത പാർക്കിംഗ് പാടില്ലെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രാർത്ഥനാ സമയത്ത് ഉൾപ്പെടെ ഇത്തരത്തിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് ഗതാഗത കുരുക്കിനിടയാക്കും. നിയമലംഘകരെ കണ്ടെത്താൻ പ്രത്യേകിച്ച് പെട്രോളിംഗും ഉണ്ടാകുന്നുവെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാലാമതായി ഒരു പോയിന്റ് പറയുന്നത് ഭിക്ഷാടനം നിയമവിരുദ്ധം ആണ് എന്നതിനെ പറ്റിയാണ്. UAEയിൽ ഭിക്ഷാടനം നിയമവിരുദ്ധമാണ്. ഭിക്ഷ എടുക്കുന്നതോ അല്ലെങ്കിൽ ഭിക്ഷ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതും വളരെ കുറ്റകരമാണ്. സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി അനധികൃതമായി ഫണ്ട് ശേഖരണം അഥവാ ഹൈടെക് ഭിക്ഷാടനം നടത്തുന്നവർക്ക് 2,50,000 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെയാണ് പിഴ. ഭിക്ഷാടനം പ്രോത്സാഹിപ്പിക്കരുതെന്നും ആവശ്യക്കാരെ സഹായിക്കുന്നതിന് ലൈസൻസ് ഉള്ള പ്ലാറ്റ്ഫോമുകൾ വഴി മാത്രമേ ചെയ്യാവുള്ളൂ എന്നും അധികൃതർ അറിയിച്ചു. അടുത്തായിട്ടൊരു പോയിന്റ് പറയുന്നത് സന്നദ്ധ സേവനത്തെ പറ്റിയാണ്. സന്നദ്ധ സേവനം നടത്തുന്നതിന് UAEയിൽ തടസ്സങ്ങളില്ല. എന്നാൽ അംഗീകാരമുള്ള സംഘടനകൾ വഴിയാകണം സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. നിയമലംഘകർക്ക് 10,000 ദിർഹം മുതൽ 1 ലക്ഷം ദിർഹം വരെയാണ് പിഴ കിട്ടുക. സന്നദ്ധ സേവനത്തിലെ ലഭിച്ച വിവരങ്ങൾ പുറത്തുവിടുന്നത് നിയമവിരുദ്ധമാണ്. ഇത് ലംഘിക്കുന്നവർക്കും 30,000 ദിർഹം വരെ പിഴ കിട്ടും. മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെ സന്നദ്ധ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഫണ്ട് ശേഖരിച്ചാൽ 50,000 ദിർഹംസ് വരെയും പിഴ കിട്ടുന്നതായിരിക്കും. ഇതെല്ലാമാണ് UAEയിൽ ഈ റംസാൻ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യങ്ങൾ. റംസാൻ മാസത്തിൽ UAEയിൽ ശ്രദ്ധിക്കേണ്ട ഒരു 3-4-5 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. റംസാൻ മാസത്തിൽ സ്നേഹവും സൗഹാർദ്ദവും എല്ലാം
ഉൾപ്പെടുന്ന ഈ മാസത്തിൽ മനസ്സുകൊണ്ട് നമുക്ക് ഐക്യപ്പെടാം. എല്ലാ വിശ്വാസങ്ങളെയും മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന രാജ്യമാണ് UAE. റംസാനിൽ വിശ്വാസികൾ വ്രതമനുഷ്ഠിക്കുമ്പോൾ മനസ്സുകൊണ്ട് അവരോട് നമ്മൾ ഐക്യപ്പെടുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.